വെൽക്കം ബാക്ക് ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. നമ്മൾ ഇപ്പോൾ ഖൽസ കടന്ന് പാലം കടന്ന് നമ്മളിങ്ങനെ നുബ്ര വാലി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത വശത്തുകൂടെ ഷ്യോഗ് നദി വളരെ ശോകമായിട്ടാണ് ഒഴുകണത്. അത്യാവശ്യം വരണ്ടുണങ്ങി ഇങ്ങനെ ചെറിയ ആഴം കുറഞ്ഞ നീർച്ചാലായിട്ട്. പക്ഷെ അതൊരു ഗ്ലേഷ്യർ റിവറാണ്, അതുകൊണ്ട് തന്നെ ആ ബ്ലൂയിഷ് കളർ നമുക്ക് കാണാൻ പറ്റും. വഴി വലിയ കുഴപ്പമില്ല, പക്ഷേ വലതുവശത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. മലയൊക്കെ ഇടിച്ച് നന്നായിട്ട് വൈഡനിങ് ഓഫ് റോഡായിരിക്കാം. എന്തായാലും ഭയങ്കരമായിട്ട് ഉരുളങ്കല്ലുകളൊക്കെ വീണെടുക്കുന്നുണ്ട്, എഡ്ജൊക്കെ കുറച്ച് പോയി കിടക്കുന്നുണ്ട്. പിന്നെ വലിയ റോഡ് സിയാച്ചിനിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പീനട്ട് ബട്ടർ എടുത്തേ കുറച്ച്. JCB ഒക്കെ നിന്ന് ഉരുളങ്കല്ലൊക്കെ മാറ്റിയിട്ടുണ്ട്, വഴിയൊക്കെ വെടുപ്പാക്കുന്നുണ്ട്, തകൃതിയായി പണി നടക്കുന്നുണ്ട്. ഭൂപ്രകൃതി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നത് ഷ്യോഗ് റിവറിൻ്റെ റിവർ ബെഡാണ്. ഒരു തുള്ളി വെള്ളമില്ലാണ്ട് ഉരുളങ്കല്ലുകൾ മാത്രം ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നേരെ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ട്, പോപ്പുലർ മരങ്ങൾ മാത്രം. പിന്നെ അതാ മഞ്ഞുമലകൾ ഇങ്ങനെ കാരക്കോറം റേഞ്ചിൻ്റെ ആ ഒരു നെടുങ്കൻ മലനിരകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ടാങ്കർ പോകുന്നുണ്ട്, സിയാച്ചിനിലേക്കുള്ള പട്ടാളക്കാർക്കായിട്ടുള്ള ഫ്യൂലൊക്കെ പോണതായിരിക്കും. സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്ക് 3 മണിക്കൂർ ഡ്രൈവാണ് കാണിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ഓടി 3 മണിക്കൂർ ഓടി അവിടെ കണ്ട് തിരിച്ചൊരു 4 മണിക്കൂറോളം ഓടി ദിസ്കിത്തിൽ ചെന്ന് അവിടുത്തെ മൊണാസ്ട്രി കണ്ട് പിന്നെ നമുക്ക് ഹുണ്ടറിൽ അവിടെ അടുത്ത് തന്നെ ഹുണ്ടറിൽ ക്യാമൽ സഫാരി ചെയ്തിട്ട് നമുക്ക് അവിടെ താമസിക്കണം. അതാണ്, എല്ലാം കൂടി നടക്കുമോയെന്ന് അറിയില്ല. ഡ്രൈവ് സ്ലോ ടൗൺ ഹെഡ് എന്ന് ഇപ്പോൾ 2 പ്രാവശ്യം ബോർഡ് കണ്ടു. നല്ല പോപ്പുലർ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, നല്ല കളർഫുള്ളായിട്ട് ലുംതയും പ്രയർ ഫ്ലാഗ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഒന്നുമില്ല. ഇത് ഏത് സ്ഥലം നിന്ന് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമില്ല. മൊത്തം കട്ട് ഓഫ് ഫ്രം ദ വേൾഡ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പോവാണ്. കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഒരു സന്തോഷം. പക്ഷേ എല്ലാവരും നല്ല തിരക്കിൽ ചൂലും കോലും ചാക്കൊക്കെ ആയിട്ട് എന്തോ ക്ലീനിങ്ങിന് പോണ പോലെയാണ്. എല്ലാവരിലും ചൂലുണ്ട്. നല്ല വിശപ്പുണ്ട്, വേഗം കാര്യങ്ങളിലേക്ക് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ തുടങ്ങി. 10:10 സമയം. അതിന് മുൻപ് തന്നെ നമ്മളൊരു 8 മണിയായപ്പോൾ നട്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ച് കുറച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ വെയിലൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ ഒരു സുഖം, വെയിൽ കാണുമ്പോൾ ഒരു സുഖം. ഇപ്പോൾ മനുഷ്യൻ്റെ ഒരവസ്ഥകള്. നുബ്ര വാലിയിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഷ്യോഗ് റിവറിൻ്റെ ഓരത്തുകൂടെ. പക്ഷെ റിവർ ഇങ്ങനെ ഉണങ്ങി വരണ്ട്, ഉരുളങ്കല്ലുകൾ മാത്രമായിട്ടൊക്കെയാണ് കണ്ടത്. ഇടയിൽ നിർത്തി നോക്കിയപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നല്ലോ, നീല വെള്ളം. ഷ്യോഗ് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉരുളങ്കല്ലുകളും ഈ പാറക്കെട്ടുകളും മാത്രമാണ് കാണുന്നത്. ഈ വാലി വളരെ ഫേമസ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. എന്താ പറയുക, സാൻഡ് ഡ്യൂൺസ് ഒക്കെ ഉണ്ട് കുറേ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ അവിടെ ക്യാമൽ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പോയി നോക്കാം. പിന്നെ നെറ്റ്വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായി മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ എവിടെ എല്ലായിടത്തും ബോർഡുകളുണ്ട്, പലവിധ വൈൽഡ് ആനിമൽസിന് ക്രോസിങ് ഏരിയ ആണ്. പക്ഷെ നമുക്കിതുവരെ ഒന്നിനും അങ്ങനെ കാര്യമായി കാണാൻ പറ്റിയിട്ടില്ല. ഫോക്സ് ഉണ്ട്. അതെ, കഴുതയല്ലേ നടക്കണേ? അല്ല, പശു. കഴുതകളെ കണ്ടിരുന്നു നേരത്തെ. സാൻഡ് ഡ്യൂൺ ക്യാമൽ സഫാരിയിലേക്ക് എത്താം. വെൽക്കം. ഏതാണ് സ്ഥലം? സ്ഥലത്തെ കുറിച്ചൊരു ധാരണയില്ല. ടൗൺ ഏരിയ ഹെഡ് മൂവ് സ്ലോലി, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂവ് സ്ലോലി ഗ്രാമത്തിലേക്ക് എത്ര ഗംഭീരം എന്നല്ലെങ്കിൽ ഒരു കമാനോ കവാടോ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഇങ്ങനെയൊന്നും ഇല്ല അല്ലേ, ഓരോ ഗ്രാമത്തിനും ഒരേ കവാടം. നമുക്ക് ജസ്റ്റ് ബോർഡുകൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഈ റൂട്ടൊന്ന് നോക്കിയപ്പോൾ അതിൽ മെയിനായിട്ടുള്ള വില്ലേജ് എന്ന് കണ്ടത് തിരിച്ച, സുമൂർ, തക്ഷ, പിന്നെ ഒരു പനാമിക്. പശുക്കൾ റോഡിലുണ്ട്. ഇവിടുത്തെ മുഖ്യ തൊഴിൽ ഇതൊക്കെ ആയിരിക്കും, പശു വളർത്തലൊക്കെ. ഈ ഗ്രാമീണ വഴികൾ, കുഞ്ഞു വീടുകളും അത്രയൊരു ദരിദ്രമായ അവസ്ഥകളൊക്കെയാണെന്ന് തോന്നുന്നു. അവരുടെ കയ്യിൽ മുഴുവൻ ചൂലുണ്ട്, എല്ലാവരുടെ കയ്യിലും. എന്തെങ്കിലും ശുചിത്വ മിഷൻ ക്ലീനിങ് പ്രോജക്റ്റ് എന്തെങ്കിലും ആയിരിക്കാവോ. ദ പനാമിക് 21 എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. പനാമിക്കിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. പനാമിക് എന്ന് പറയുന്നതാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ എത്തുന്നതിന് മുമ്പ് ടൂറിസ്റ്റുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് വില്ലേജ്. പിന്നെ അവിടെ ധാരാളം ഹോട്ട് സൾഫർ സ്പ്രിങ്സ് ഉള്ള കാരണം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കയറുന്ന സ്ഥലമാണ് അത്രേ.
അപ്പോൾ അത്യാവശ്യം ഭക്ഷണ സ്ഥലമോ റിസോർട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഇത് റോഡിൻ്റെ സൈഡിൽ പോപ്ലാർ മരത്തിൻ്റെ തടി ഇങ്ങനെ വെട്ടി നല്ല ഉരുട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇത്രയും കൂടി കുറച്ച് മനക്കുള്ള സ്ഥലമാണ്. കളർഫുൾ ആയിട്ടുള്ള ഒരു സ്തൂപങ്ങളും കണ്ടു. കുറച്ച് മനുഷ്യരൊക്കെ നടക്കുന്നുണ്ട്. കൊഴുന്നില്ലേ അതെ വെള്ളം നമ്മളും മലകളും ഉരുളങ്കല്ലുകളും മാത്രമേ ഉള്ളൂല്ലോ. കൂടെ എന്തായാലും നല്ലതാ. റോഡ് പുതിയതാണ്, നല്ല പാലവും ഇതും പുതിയതാണ്. എന്തായാലും ശ്യോഗ് നദിക്ക് കുറുകെ പിന്നെയും കടന്നു. ഈ ബോർഡ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരക്കോറം ടു കന്യാകുമാരി ഭാരത് ഈസ് വൺ. നമ്മൾ പണ്ടൊക്കെ കേട്ടിരുന്നത് കശ്മീർ ടു കന്യാകുമാരി എന്നാണ്. പക്ഷെ അതിനും അപ്പുറത്ത് ഇന്ത്യയുടെ തലപ്പൊക്കമായിട്ടുള്ള ലഡാക്ക് നമ്മുടെ ഒരു സ്വന്തം അഭിമാനമാണ്, അവിഭാജ്യ ഘടകമാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാരക്കോറം ടു കന്യാകുമാരി ഭാരത് ഈസ് വൺ. നമ്മുടെ സിയാജിൻ വാരിയേഴ്സ് പുലിക്കുട്ടികളാണ്. നമ്മുടെ മിലിറ്ററിയുടെയും നമ്മുടെ BROന്റെ ഒക്കെ ഒരു സ്ട്രെയിനുവേഴ്സ് ആയിട്ടുള്ള ആ ഒരു വർക്ക് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ബോർഡേഴ്സിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. നമ്മുടെ വഴിവെട്ടിയ BRO എന്ത് പറയുന്നു? യെസ്, റോഡ്സ് ആർ നോട്ട് യുവർ റേസ് ട്രാക്സ്, ഡു സ്ലോ ഡൗൺ. യെസ്, നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ്, ശാന്തമായാണ് പോണത്. പക്ഷെ നമ്മുടെ പ്ലാനിൽ നിന്ന് കുറേ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്. അതൊക്കെ ഓടിയെത്താവുമെന്ന് നോക്കാം. മിലിറ്ററി ഹെലികോപ്റ്ററിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുകയാണോ നമ്മൾ? എന്തായാലും നല്ല നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്യോഗ് നദിയുടെ താഴ്വാരത്തുകൂടെ ഇങ്ങനെ മലയൊക്കെ ഇടിച്ചുണ്ടാക്കിയ പുത്തൻ BRO വഴി കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡ്രൈവാണ്, പക്ഷേ വളരെ ലോൺലിയാണ്. 1-2 കാറുകളാണ് ഇതുവരെ കണ്ടത്. ഇതൊരു പ്രത്യേക ഒരു ഡ്രൈവാണ് കേട്ടോ. ഭയങ്കരമായൊരു ഏകാന്തതയാണ്. ഒരു മനുഷ്യനോ ഒരു വണ്ടികളോ ഒന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ എവിടെയോ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗാണ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക ഒരു ഇത്, ഏകാന്തത. ഏകാന്തതയുടെ അപാരതീരം. ഏകാന്തതയുടെ അപാര തീരെ ഇങ്ങനെ കഴിയണില്ല. ഓടിയിട്ടും കഴിയാത്ത പോലെ. BROന്റെ ബോർഡുകൾ ധാരാളമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാത്രമല്ല നല്ല ടയറിങ് ആയിട്ടുള്ളൊരു ജേണി ആണ്. നല്ല നമ്മൾ 6 മണി 6:15 തുടങ്ങിയതാണ്. കറുതുങ്കലയിൽ തണുപ്പടിക്കലും ഇത്രയും മണിക്കൂർ ഓട്ടോ ആയപ്പോൾ നമ്മളിന്ന് 5 മണിക്കൂറായി ഓടിക്കൊണ്ടിരിക്കണേ. ഈ ശീതക്കാറ്റ് ഇങ്ങനെ അടിച്ച് സമയം 11 മണി. നമുക്കൊന്ന് ഡ്രൈവ് ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഈ സാൻഡ് ഡ്യൂൺസിൽ കൂടെ ധാരാളമായിട്ട് വണ്ടികൾ പോയ പാടുകളുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യനില്ലെങ്കിലും ആളുകൾ വരാറുണ്ട്. ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത്. പനാമിക് എന്ന് പറഞ്ഞൊരു ഗീസ ഹോട്ട് സ്പ്രിങ്സ് ഒക്കെയുള്ള ഏരിയ ആണ് നമ്മുടെ ഒരു കണക്കനുസരിച്ച്. ഇവിടെ 1-2 ബോർഡുകൾ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ GPS ഒരു സംഭവങ്ങളും ഇല്ല. ടോട്ടലി കട്ട് ഓഫ് ഫ്രം ദ ഔട്ടർ വേൾഡ് എന്നുള്ള രീതിയാണ്. പിടിച്ചാൽ കിട്ടാത്ത കാറ്റാണ്. ഭയങ്കര കാറ്റ്. പറന്നു പോവും. ഏരിയയിൽ ഈ മലകൾ അങ്ങനെ കയറി മറിഞ്ഞാലൊക്കെ ചെറിയ ലേക്സ് ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ മല കയറാനൊന്നും പറ്റില്ല. അതൊക്കെ നീങ്ങാം. എല്ലാ യാത്രകളും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല. ചിലതൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ എല്ലാ യാത്രകളും യാത്രകൾ മാത്രമാണെന്നും പറയാം. നമ്മളങ്ങനെ തിരിച്ച് എത്തിയപ്പോൾ സുമൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ബോർഡിലൊക്കെ കാണുന്നത്. അവിടെ എല്ലാവരും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഞ്ചികളിലൊക്കെ നിറച്ച് വേസ്റ്റുകൾ കൊണ്ടുപോകണു, അടിച്ചു വരണു, ബോക്സിലൊക്കെ ആക്കി കൊണ്ടുപോകണു. അങ്ങനെ എല്ലാവരും ഇൻവോൾവാണ്. കുട്ടികൾ മാത്രമല്ല, കോളേജ് പിള്ളേരൊക്കെ തോന്നിയത്. നമ്മുടെ അവിടുത്തെ NSS പരിപാടികൾ പോലെ അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിറയെ ചൂലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. വല്ല ശുചിത്വ മിഷനാണോ അതോ ഇനി വല്ല റിലീജിയസ് ആയിട്ടുള്ള വല്ല പേർജിങ് ക്ലീനിങ് അങ്ങനെ വല്ലതാണോ എന്നറിയില്ല. ഇതിനിപ്പോൾ ഇവരെ സ്ഥിരം ഡെയിലിയുള്ള ശീലമാണോ അതോ ഇനി ഇയർലി വൺസ് ചെയ്യണതാണോ, വല്ല ഫെസ്റ്റിവൽസിന് മുന്നേ അങ്ങനെ വല്ലതായിരിക്കാം. എന്തായാലും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ചൂലാതെ കണ്ടില്ലേ. അതൊരു റൈറ്റ് ആയിട്ട് തോന്നി. സോ എവ്രി വൺ ഈസ് എൻഗേജ്ഡ് ഇൻ ദിസ്. അത് നന്നായി തോന്നി. ഒരു ഗ്രാമം മുഴുവൻ ഇങ്ങനെ വൃത്തിയാക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിൽ. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മൾ പനാമിക്കിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ ആ വൈ ജംഗ്ഷൻ്റെ സെൻറ്ററിൽ നുബ്ര വാലിയുടെ അവിടെ വന്ന് റൈറ്റ് എടുത്ത് നമ്മൾ ദിസ്കിത്തിലേക്ക് പോവാണ്. മലകൾ ഇങ്ങനെ ഒരു മതിൽക്കെട്ട് മാതിരി മുന്നിൽ നിൽക്കണ പോലെയാണ് തോന്നുക, വഴി പോയി മുട്ടണ പോലെ. ഷ്യോക്ക് നദീനെ പിന്നെയും ഇങ്ങനെ കാണുന്നു. ഷ്യോക്ക് നദി നമ്മൾ ഇനിയും കാണും. പാകിസ്ഥാനിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന നദിയാണ്. അവിടെ അങ്ങോട്ട് പോയപ്പോൾ കടന്ന പാലം തിരിച്ച് കടന്നു. തങ്കു നല്ല ഉറക്കായി. എല്ലാവർക്കും അത്യാവശ്യം ക്ഷീണമുണ്ട്. നമുക്ക് ഈ ഓക്സിജൻ കുറവിൻ്റെയും ഈ ഒരു കൊടും തണുപ്പിൻ്റെയും കാറ്റിൻ്റെയും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. നമുക്കത് കാരണം അങ്ങനെ എത്താൻ പറ്റിയില്ല സിയാച്ചിനിലേക്ക്. മഞ്ഞുമലകൾ ഇങ്ങനെ നോക്കിയേക്കാണ്. സോറി. നുബ്രയിൽ ദിസ്കിത്തിലേക്കുള്ള വഴിയും അത്യാവശ്യം മോശമാണ് നല്ല പണിയനേ ഉള്ളൂ. പുതിയ പാതകൾ ഇങ്ങനെ വെട്ടി തുറക്കാണ് BRO. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ റൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമുക്ക് ഇവിടെ ഇങ്ങനെ ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് ഈ ഡ്രൈനെസ് കാരണം ഇങ്ങനെ ശ്വാസം കിട്ടാണ്ടുമൊക്കെ പെട്ടെന്ന് ഒരു എക്സോസ്റ്റഡ് ആവുന്ന രീതി. നമ്മൾ ഹൈവേസിൽ ഓടിയിരുന്ന പോലെ ലോങ് ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ദുഃഖ സത്യം നമ്മൾ മനസ്സിലാക്കി. പണി കഴിഞ്ഞാൽ പിന്നെ ഗംഭീരം റോഡാണ്. BRO ആരാണ് കൂലിക്കുട്ടികൾ. ഇവിടെ ഫുൾ ATVകളുണ്ട്. ATV റൈഡിൻ്റെ സ്ഥലമാണ്. ഇങ്ങനെ ഒരു റോക്കി സാൻഡ് ഡ്യൂൺസ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണല്ലോ. ഇത് നുബ്ര ഡിസ്ട്രിക്റ്റിലെ ഖൽസാർ സാൻഡ് ഡ്യൂൺസ് ആണ്. ഇവിടെ ATV ആണ് മെയിൻ തോന്നുന്നു. ഈ നുബ്ര വാലിയിൽ മൊത്തം ഇങ്ങനെ സാൻഡ് ഡ്യൂൺസ് ആണ്. ഈ ഖൽസാറിലെ ATVകളാണ് ഫേമസ് എങ്കിൽ കുറേ കൂടി മുന്നോട്ട് പോയി ഹുണ്ടറിൽ നമുക്ക് ബാക്ടീരിയൻ ക്യാമൽ റൈഡാണ് കിട്ടുക. എന്തുമാത്രം റോഡുകളാണ് ലഡാക്കിൽ പുതിയതായിട്ട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഹിമാലയൊക്കെ ഇങ്ങനെ ഇടിച്ച് ടൂറിസം ഡെവലപ്പ് ചെയ്യാനും ആക്സസിബിലിറ്റി കൂട്ടാനും ഒക്കെ ആവും. കാരണം ഈ ഒരു റോഡ് വഴിയാണ് നമ്മൾ പാകിസ്ഥാൻ്റെ ബോർഡറിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ നാളെ നമുക്ക് അങ്ങോട്ട് പോകണം.
വഴിയുടെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ സിയാച്ചിൻ വരെ പോയിട്ട് ഒരുപാട് ലേറ്റ് ആവാതെ നന്നായി തോന്നുന്നു. രാത്രിക്ക് എത്തുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലായിരുന്നു ഇവിടെ. ഭീകരായി. ഷോക്ക് നദി ഇങ്ങനെ വളരെ മെലിഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ടി വികൾക്ക് ഓടാനൊക്കെ ഇഷ്ടംപോലെ കൂടുതൽ സ്ഥലം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ സമ്മറിൽ മാത്രം നടക്കുന്ന ആക്ടിവിറ്റീസ് ആവും അത്. സിപ്പ് ലൈനൊക്കെ വരുന്നുണ്ട്, സിപ്പ് ലൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ വികസനമാണ് ഈ ഒരു നുബ്രയിൽ വരാൻ പോണത്. ഇങ്ങനെ കല്ലുമ്മ കൂടെ ഇങ്ങനെ കിടുകിടുകിടുന്ന് പറഞ്ഞിട്ടാണ് പോണത്. തലങ്ങനെ തറമ്പ. അങ്ങനെ കുറേ ദൂരം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ റോഡ് മെച്ചപ്പെട്ടു. തലങ്ങനെ ഒരു വേദന തുടങ്ങി. നല്ല ഫിസിക്കൽ സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രമായിട്ടോ നമുക്ക് നല്ല താക്കലിങ്ങനെ ശ്വാസം വലിച്ച് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ റോഡ് കണ്ടീഷൻസും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷേ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ നമ്മുടെ ലഡാക്ക്. അങ്ങനെ നമ്മൾ ഓടി ഓടി ദിസ്കിത്തിലെത്തി. ദിസ്കിത്ത് മൊണാസ്ട്രിയുടെ ആ ബുദ്ധൻ്റെ പ്രതിമയുടെ ഇതാന്ന് തോന്നുന്നു. ദൂരെ നമ്മൾ മുകളിൽ ഇങ്ങനെ മലമുകളിൽ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. അതിനുമുമ്പ് ഇത്തിരി ഭക്ഷണം കഴിക്കണം. നമ്മളിപ്പോൾ ഓടി കളിച്ച് നടന്ന പനാമിക് ഹോട്ട് സ്പ്രിങ്സിൻ്റെ ഏരിയയിൽ നിന്ന് 52 കിലോമീറ്റർ ഉള്ളൂ ശരിക്കും ദിസ്കിത്തിലേക്ക്. പക്ഷേ 1.25 മണിക്കൂർ എടുത്തു. അങ്ങനെയാണല്ലോ ഈ ഒരു ജിയോഗ്രഫിയും റോഡ് കണ്ടീഷൻസും. അത്യാവശ്യം നല്ല വെയിലുണ്ട് പുറത്ത്. 18 ഡിഗ്രി. പിന്നെ ഇവിടുത്തെ വെയിലൊക്കെ പ്രത്യേക വെയിലാണ്. അടിച്ചാൽ നല്ല കരിഞ്ഞു പോകും. റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു എൻട്രിയുടെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചില സമയത്തെ കടത്തി വിടുള്ളൂ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കാം. എന്താണ് സ്ഥലം? റെസ്റ്റോറൻറ്റ് വിത്ത് ക്യാമ്പിംഗ് സൈറ്റ്. ദ ടേസ്റ്റ് ഓഫ് നുബ്ര. നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. സമയം 12:45. നമുക്ക് ഇവിടെയൊക്കെ ഫുഡ് കാണുന്ന സമയത്ത് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ കിട്ടിയെന്ന് വരില്ല. പെട്രോളും ഫുഡ് അങ്ങനെയാണ്. വണ്ടിക്കും നമുക്കുള്ള ഫ്യൂവൽ അങ്ങനെയാണ് ഇവിടുത്തെ കേസ്. കിട്ടി അപ്പോൾ എടുക്കുക. പിന്നത്തേക്ക് നോക്കി വെച്ചാൽ പിന്നെ കിട്ടലുണ്ടാവില്ല. നമുക്കുണ്ട്, പക്ഷെ ലഞ്ചിനുള്ള സെറ്റപ്പ് നമുക്കില്ല. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അതെ, ഡീസൽ നമുക്ക് നമ്മൾ 30 ലിറ്റർ നിറച്ച് പിടിച്ചിട്ടുണ്ട്. അത് കിടന്ന് ഇങ്ങനെ കുലുങ്ങുമ്പോൾ എനിക്ക് എന്തോ മരുന്ന് തോന്നാം. പൊട്ട വഴി കൂടി കിടന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ. അതായത് ചിലപ്പോ ഡീസല് ആടി കേടാവില്ലേ, തൈരാവും, തൈര് ഡീസലാവും. അവസാനം ടാറാ വണ്ടിയില് മറ്റേ ജെറ്റ് ഫ്യൂൽ അങ്ങനെ കുലുങ്ങി ജെറ്റ് ഫ്യൂൽ ആവോ? അത് നല്ലത്. കഴിച്ചിട്ട് സംസാരിക്കാം. വെറൈറ്റി ഹെൽമെറ്റ് ഹോൾഡർ, അതും പോപ്പുലറിലാണ്. പ്ലേറ്റ് കൂടി 3 big plates. അപ്പോൾ ദിസ്കിറ്റിൽ നമ്മളെ ഒരു സ്ഥലം തപ്പിയപ്പോൾ കിട്ടിയ സ്ഥലമാണ് ഹോട്ടൽ ലാസ്താങ് നുബ്ര. അടിപൊളി സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നിയത്. റിവ്യൂസൊക്കെ നല്ലതാണ്. മാത്രമല്ല ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെ എടുത്തത്. പുള്ളി ഇങ്ങനെ വളരെ സപ്പോർട്ടീവ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും, റോഡ് കണ്ടീഷൻസ്, ട്രാവൽ റെസ്ട്രിക്ഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. വളരെ വാം ആൻഡ് ഹോസ്പിറ്റബിൾ ടോണായിരുന്നു പുള്ളിയുടെ. Hunter is that side, right? Yeah. 70. What time the riding and the things happen? No time. Every time is Even at night. not night. Only 7:30. Up to 7:30. Yeah. Okay. नहीं होगा. इसलिए तो लोग कहीं रुकी सर. Oh yeah. Okay. Okay. Are you? Okay. Fine. Okay. Fine. My family. Okay. Hello sir. Welcome. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ടാങ്കിൽ നമ്മൾ വന്നു. അപ്പോൾ നമുക്കൊരു ക്വാഡ് റൂമാണ്, ഫാമിലി റൂം. നോക്കിയപ്പോൾ അത് സെപ്പറേറ്റ് ഏരിയ ആണ്. നമുക്ക് സ്വന്തമായൊരു ചെറിയ പോർച്ചൊക്കെ ഉണ്ട്. അതാ നോക്കാം. ഓ നൈസ്.
നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂസീവ് ആണ്. 1 ബാത്റൂം ആണ്. ഈ ക്വാഡ് റൂമിൻ്റെ ഒരു പ്രശ്നം ഫാമിലി റൂം എടുക്കുമ്പോൾ ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാത്റൂം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഡബിൾ റൂം എടുത്താലും ഫാമിലി റൂം എടുത്താലും മിക്കവാറും സ്ഥലത്ത് ഒരേ പ്രൈസ് തന്നെയാണ്, കുറവൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതൊരു കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് എന്ന് നമുക്ക് തോന്നി. പിന്നെ അധികം കുളിയൊന്നും ഉണ്ടാവില്ലല്ലോ, ഈ മൈനസിലൊക്കെയാണല്ലോ നമ്മൾ നടക്കണേ. അപ്പം അതുകൊണ്ട് വല്ലാണ്ട് നമുക്കൊരു പിന്നെ ഈ 2 ദിവസത്തെ ഇനി നാളത്തെ നമ്മുടെ ഒരു സ്കെഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് റിലാക്സ്ഡ് ആണ്. വല്ലാണ്ട് ഓടി പിടിക്കുന്നില്ല. നമ്മൾ പോകുന്നു, തുർത്തുക് താങ് വില്ലേജൊക്കെ കണ്ടിട്ട് എല്ലാം റിലാക്സ് ചെയ്ത് കണ്ട് നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വന്ന് നിന്നിട്ട് പിന്നെ പാങ്ങോങ്ങിലേക്ക് ഇവിടുന്ന് പോകുള്ളൂ. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട് കുറച്ച്. കാലത്ത് 6 മണിക്കൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇനി ഒരു 1 hour നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല വെയിലാണ്. ഇപ്പോൾ അത്യാവശ്യം 10-18 ഡിഗ്രി ഉണ്ട്. വെയിലിങ്ങനെ സൂര്യൻ അങ്ങോട്ട് കത്തുമ്പോൾ ഭയങ്കര കത്തലാണ്. പക്ഷെ കാറ്റടിക്കുമ്പോൾ കുളിരുണ്ട്. എന്നാലും നമ്മളപ്പോൾ ഒരു മണിക്കൂർ ഒന്ന് ഇതിൻ്റെ അകത്തിരുന്ന് വെയിൽ താഴണ കണക്കിന് നമുക്ക് ഡിസ്കിറ്റ് ബോംബ് അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. മൊണാസ്ട്രി വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് ഹണ്ടറാണോ HUNDR സാൻഡ് ഡ്യൂൺസും മറ്റേ ഡബിൾ ഹംഡ് ബാക്ട്രിയൻ ക്യാമൽ അതിൻ്റെ ആ റൈഡ് ഉണ്ട്, ക്യാമൽ റൈഡ്. ബാക്ട്രിയൻ ക്യാമൽ എന്ന് പറയുന്നത് ഇവിടെ ലഡാക്കിൽ മാത്രമുള്ളൊരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ റൈഡ് ഈ സാൻഡ് ഡ്യൂൺസൊക്കെ ആകുമ്പോൾ ഈ പൊടി അടിച്ചിട്ട് വരുവാന്ന് എനിക്ക് തോന്നണേ. അതിലും പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അത് ചെയ്യാം. അങ്ങനെയുള്ള അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്തിട്ട് നമുക്കിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. So stay tuned, family travel tree.